വീട്ടിലെ മാലിന്യങ്ങളൊക്കെ വാരിക്കോരി കളയാണ്. അപ്പോൾ അത് കളഞ്ഞ പല അബദ്ധങ്ങളും നമ്മൾ കാണാറുണ്ടല്ലോ. ഇത്തവണ പോയത് ചില്ലറ സാധനമൊന്നുമല്ല, ഡയമണ്ട് നെക്ലസ്സാണ്, ലക്ഷങ്ങളൊക്കെ വിലയുള്ളതാണ്. പക്ഷേ കൃത്യമായി അത് ഉടമസ്ഥന് തിരിച്ചേൽപ്പിച്ച് മാതൃകയായിരിക്കുകയാണ് ഒരു ശുചീകരണ തൊഴിലാളി. ആ കഥ അപ്പോൾ അതിനെക്കുറിച്ച് കൂടി നമ്മളോട് കാർത്തിക സംസാരിക്കും. കാർത്തിക, ഇതും ഒരു നല്ലൊരു കാഴ്ചയാണ്. ഈ ഇത്രയും രൂപയുടെ സാധനമൊക്കെ പോയി കഴിഞ്ഞാൽ ഉടമസ്ഥർ അടിക്കുന്ന ടെൻഷൻ എത്രത്തോളമാണെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അത് കിട്ടിയാൽ അത് കൃത്യമായി കൊടുക്കുമ്പോൾ അതും ഒരു വലിയ മാതൃകയാണ്, അതും വലിയൊരു സ്നേഹമാണ്. ഇത് എപ്പോഴാണ്, എങ്ങനെയാണ്, എത്ര സമയം കൊണ്ട് തിരിച്ചു കിട്ടിയത്? ഇത് ചെന്നൈയിലുള്ള ഒരു കാഴ്ചയാണ് ദിവിഷ് ചേട്ടാ. അവിടെ ദേവരാജൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകളുടെ കല്യാണമായിരുന്നു. അപ്പോൾ അവരുടെ മകൾക്ക് സമ്മാനമായി ദേവരാജൻ്റെ അമ്മ നൽകിയതാണ് ഈ ഡയമണ്ട് നെക്ലസ്. 5 ലക്ഷം വില മതിക്കുന്ന ഡയമണ്ട് നെക്ലസ്. പക്ഷേ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഡയമണ്ട് നെക്ലസ് കാണാതെ പോയ വിവരം അറിയുകയാണ് ദേവരാജൻ. അപ്പോൾ ഉടനെ തന്നെ ഈ മാലിന്യമെല്ലാം നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് എത്തുന്ന ആൾക്കാരെ, അതായത് കോർപ്പറേഷനിലെ ആളുകളെ വിവരം അറിയിച്ചു. കോർപ്പറേഷൻ ഇതിന് വേണ്ടിയിട്ട് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ആൾക്കാരെ സമീപിച്ചു. അപ്പോൾ ഇവർ മാലിന്യമെല്ലാം ഒരു സ്ഥലത്ത് പോയി ഡംപ് ചെയ്തിരുന്നു. അവിടെ നിന്നാണ് ഈ ഡയമണ്ട് നെക്ലസ് ഈ ശുചീകരണ തൊഴിലാളികളും എല്ലാവരും കൂടെ ചേർന്ന് തിരിച്ചു കൊടുക്കുന്നത്. അവിടെ നിന്ന് അവർ സെർച്ച് ചെയ്ത് ഈ മാല കിട്ടുന്നു. മാല കിട്ടി ചില ആളുകളുണ്ടാവുമല്ലോ, ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധനമാണ്, എത്ര ആൾക്കാർ ഈ ഒരു മാല ഇത്രയും വില മതിക്കുന്ന ഒരു സാധനം കൈ കിട്ടിയാൽ തിരിച്ചു കൊടുക്കുന്ന കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഒരു നന്മയാണ് തീർച്ചയായിട്ടും. അത് എനിക്ക് വേണമെങ്കിൽ കയ്യിൽ വെക്കാം, ആരും അറിയാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കാതെ ആ ഉടമസ്ഥന് തിരികെ നൽകാൻ അദ്ദേഹം കാണിച്ച മനസ്സ്, ആ ശുചീകരണ തൊഴിലാളികൾ കാണിച്ച മനസ്സ് വളരെ വളരെ വലുതാണ്. ഒരുപാട് ആളുകൾ നോക്കിക്കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് കള്ളന്മാരുണ്ട്. ചെറിയൊരു പേഴ്സ് കക്കാൻ വേണ്ടി പോലും എത്രത്തോളം ടാക്ടിക് എടുക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് എല്ലാ ദിവസവും പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ. അപ്പം ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധനം കയ്യിൽ കിട്ടിയിട്ടും വേണമെങ്കിൽ സ്വന്തമാക്കാമായിരുന്നിട്ട് പോലും അത് തിരിച്ചേൽപ്പിക്കാൻ മനസ്സ് കാണിച്ച ആ ശുചീകരണ തൊഴിലാളികൾക്കാണ് വലിയൊരു സല്യൂട്ട് കൊടുക്കുന്നത്. അവർക്കും ഉടമസ്ഥൻ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ടാകുമെന്ന് നമുക്ക് കരുതാം, കൊടുക്കേണ്ടതുമാണ്. ശരി കാർത്തിക.